Virgin haben Legov. Virgin haben Legov. Virgin haben Legov. കോൺജറിങ് ദ ലാസ്റ്റ് റൈറ്റ്സ്. അവർ വീണ്ടും വരികയാണ് നമ്മെ ഭയപ്പെടുത്താൻ. കോൺജറിങ് സീരീസിലെ 5-ാം ഭാഗം. മറ്റ് സിനിമകളിൽ നിന്നും കോൺജറിങ് സീരീസിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഹൈപ്പ് ഫാക്ടറാണ്. അതായത് അത് സിനിമയാകുന്നതിന് മുമ്പ് ഒരു കൂട്ടം ആളുകളെ ഭയപ്പെടുത്തിയ യഥാർത്ഥ അനുഭവങ്ങളായിരുന്നു. ഇവിടെയും മറിച്ചല്ല. കോൺജറിങ്ങിൻ്റെ 5-ാം ഭാഗമായ ദ ലാസ്റ്റ് റൈറ്റ്സ് ഒരു നാടിൻ്റെ മുഴുവൻ ഉറക്കം കെടുത്തിയ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. എഡ് ആൻഡ് ലോറൈൻ വാറൻ. പലപ്പോഴും നമ്മുടെ ഹൊറർ വീഡിയോകളിൽ അവർ ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. അവർക്കുണ്ടായ അനുഭവങ്ങളിൽ ഇന്നും ആളുകൾ ഭയത്തോടുകൂടി കാണുന്ന ഒരു കേസാണ് സ്മേൾ ഫാമിലിക്കുണ്ടായ അനുഭവം. ഒരുപക്ഷെ എഡ് ആൻഡ് ലോറൈൻ വാറൻ ദമ്പതികൾ തോറ്റു പിന്മാറിയ കേസുകളിൽ ഒന്ന്. പോകാം ആ ഭയപ്പെടുത്തുന്ന കഥയിലേക്ക്. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ആയിരത്തി 1973 കഥയ്ക്കാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. 1972 ആഗ്നസ് ചുഴലിക്കാറ്റ് വീശിയടിച്ച സമയം ഒരുപാട് പേർക്ക് അവരുടെ സ്വത്തുക്കളും വീടുകളുമെല്ലാം നഷ്ടമായിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു സ്മേൾ ഫാമിലി, ജാക്കും ജാനറ്റും. അവരുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാനായി അവർ തിരഞ്ഞെടുത്ത സ്ഥലം പെൻസിൽവാനിയയിലെ പിറ്റ്സൺ ആയിരുന്നു. അവിടെയുള്ള ഒരു പഴയ വീട്ടിലാണ് ജാക്കിൻ്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നത്. അവിടേക്ക് താമസിക്കാനായി തിരികെ വരാനായിരുന്നു ജാക്കിൻ്റെയും ജാനറ്റിൻ്റെയും തീരുമാനം. ജാക്ക് ഒരു ന്യൂറോ സൈക്യാട്രിക് ടെക്നീഷ്യനായിരുന്നു. കുറേ കാലം നേവിയിൽ ജോലി ചെയ്തിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ആ പഴയ വീട്ടിലേക്ക് താമസിക്കാനായി ആ കുടുംബം വന്നെത്തി. താൻ അന്ന് വരെ ഉണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ആ പഴയ വീട് പുനർനിർമ്മിക്കാനായി ജാക്ക് ചെലവഴിച്ചു. ആ പഴയ വീടിൻ്റെ ഒരു ഭാഗത്ത് തനിക്കും കുടുംബത്തിനും താമസിക്കാനും മറുഭാഗത്ത് അച്ഛനും അമ്മയ്ക്കും താമസിക്കാനും എന്ന രീതിയിൽ കുറച്ചു കാലം അവർ സന്തോഷത്തോടുകൂടി അവിടെ ജീവിച്ചു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടാവില്ല എന്നവർക്കറിയില്ലായിരുന്നു. മീറ്റ് മിസ് ലോറൈൻ വാറൻ. ജീവിച്ചിരുന്നെങ്കിൽ 99 വയസ്സ്. 1926 സെപ്റ്റംബറിൽ ജനനം, 2006 ഓഗസ്റ്റിൽ മരണം. ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ അധികമാരും കാണാത്തതും കേൾക്കാത്തതുമായ പലതും അനുഭവിക്കാൻ സാധിച്ച ഭാഗ്യവതി. ഒരുപാട് ഭയപ്പെടുത്തുന്ന കഥകൾ അല്ല, ഒരുപാട് ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ പറയാനുണ്ട്. പക്ഷേ അവയെല്ലാം നമ്മെ സംബന്ധിച്ച് പാരാനോർമലായ വിഷയങ്ങളാണ്. ലോറൈൻ വാറൻ. നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കേസായിരുന്നു സ്മേൾ ഫാമിലിക്കുണ്ടായ അനുഭവമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അനബലെ, അമിറ്റിവിലെ, സ്നെഡേക്കർ ഹൗസ്, പെറോൺ ഫാമിലി തുടങ്ങി ഭയപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം സ്മേൾ ഫാമിലി വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ്? അതെ, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിലൂടെയായിരുന്നു അതിൻ്റെ തുടക്കം. പലപ്പോഴും പല വസ്തുക്കളും അപ്രത്യക്ഷമാകുന്നു. ചിലപ്പോൾ ഉപകരണങ്ങളാകാം, അല്ലെങ്കിൽ ആയുധങ്ങളാകാം. പലപ്പോഴും ചുവരിൽ ഘടിപ്പിച്ചു വെച്ച വസ്തുക്കൾ തന്നെ അപ്രത്യക്ഷമാകുന്നു. ഞൊടിയിടയിൽ അത് മറ്റു പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. തുടക്കത്തിൽ ഇത് വെറും ഒരു തോന്നൽ മാത്രമാണ് എന്നാണ് കരുതിയത്. എന്നാൽ അത് വെറും തോന്നലല്ല എന്ന് മനസ്സിലാക്കാൻ മാസങ്ങൾ വേണ്ടി വന്നു. സംസാരിച്ചു കൊണ്ടിരിക്കെ ഭിത്തിക്കുള്ളിൽ നിന്നും പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദം വരും. പഴയ വീടല്ലേ, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. എന്നാൽ ഭിത്തിക്കുള്ളിൽ നിന്നും മാംസം ചീഞ്ഞ ഗന്ധം അവിടമാകെ പരന്നപ്പോഴാണ് രംഗം അസഹനീയമായത്.
ആ ദുർഗന്ധം സഹിച്ച് ആ വീട്ടിനുള്ളിൽ ജീവിക്കാൻ പറ്റാതെയായി. റേഡിയോ കണക്ട് ചെയ്തിട്ടില്ല എങ്കിലും പലപ്പോഴും അതിനുള്ളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം പുറത്തു വരുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ രഹസ്യമായി പറയുന്നത് പോലെ. പലപ്പോഴും ആ വീടിൻ്റെ പല ഭാഗങ്ങളിലും അവർ നിഴൽ രൂപങ്ങൾ കണ്ടു തുടങ്ങി. കുട്ടികളും വൃദ്ധരും മാത്രമല്ല, ജാക്കും ജാനറ്റും അത്തരത്തിലുള്ള പല രൂപങ്ങളും കണ്ടു. ആ വീട്ടിലുണ്ടായിരുന്ന മറ്റാർക്കോ തങ്ങളുടെ വരവ് തീരെ ഇഷ്ടമായില്ല എന്നായിരുന്നു ജാനറ്റ് മനസ്സിലാക്കിയത്. ഒരിക്കൽ ഒരു രാത്രി ജാനറ്റ് ഉറക്കെ കരഞ്ഞത് കേട്ട് ജാക്ക് ഞെട്ടി എഴുന്നേറ്റു. അയാൾ ചോദിച്ചു, എന്തിനാണ് നീ ഉറക്കെ കരഞ്ഞത്? അവൾ പറഞ്ഞു, അതാ അവിടെ ആ വാതിലിന് പിന്നിൽ ഒരു കറുത്ത രൂപം നമ്മെ നോക്കി നിൽക്കുന്നു. പക്ഷേ അതിന് മുഖമില്ല. അവൾ ഒരിക്കലും കള്ളം പറയുകയില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഉള്ളിൽ ഭയം തോന്നുന്നുണ്ടെങ്കിലും ജാക്ക് അത് പുറത്ത് കാണിച്ചില്ല. ഓരോ ദിവസവും ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ കൂടിക്കൂടി വരികയാണ്. ആ വീട്ടിലെ ഓരോരുത്തരും തിരിച്ചറിയുകയായിരുന്നു, തങ്ങളെ കൂടാതെ ഈ വീട്ടിൽ മറ്റെന്തോ ഉണ്ട് എന്ന്. അന്ന് വരെ ഉണ്ടായ അനുഭവങ്ങളെയെല്ലാം ഒന്നുമല്ലാതാക്കിക്കൊണ്ട് അന്ന് ഒരു സംഭവം നടന്നു. കുറേ നേരമായി അവരുടെ നായ ചുവരിലേക്ക് നോക്കി ഉറക്കെ കുരച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് കണ്ടിട്ടാണ് എന്ന് ആർക്കും അറിയില്ല. അവൻ എന്തിനാണ് ഇങ്ങനെ കുരയ്ക്കുന്നത് എന്നറിയാൻ മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന ജാനറ്റിൻ്റെയും ജാക്കിൻ്റെയും മക്കളിൽ ഒരാളായ ഹെതർ സ്റ്റെയർ കേസിനടുത്തേക്ക് വന്നു. ഹെതറിൻ്റെ തൊട്ട് പിന്നിലായി ആരോ വന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരു തണുപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ മെല്ലെ തിരിഞ്ഞു നോക്കി. ആ കറുത്ത രൂപം സ്റ്റെയർ കേസിന് മുകളിൽ നിന്നും അവളെ തള്ളി താഴേക്കിടുകയായിരുന്നു. ആ അപകടത്തിൽ നിന്നും ചെറിയ പരിക്കുകളോടെ ഹെതർ രക്ഷപ്പെട്ടു. പിന്നീട് കുറച്ച് ദിവസത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഏതാനും മാസങ്ങൾക്ക് ശേഷം ജനറ്റ് വീണ്ടും ഗർഭിണിയായി ഇരട്ടക്കുട്ടികളുടെ അമ്മയായി. പക്ഷേ അതോടുകൂടി പ്രശ്നങ്ങൾ വീണ്ടും വഷളാവുകയായിരുന്നു. ആ വീട്ടിലെ പലയിടങ്ങളിൽ നിന്നും ആരോ അസഭ്യം വിളിച്ചു പറയുന്നതായി അവർക്കെല്ലാവർക്കും കേൾക്കാമായിരുന്നു. പക്ഷേ അത് വെറും അശരീരി മാത്രമായിരുന്നു. ആ ശബ്ദം വീട്ടിലെ അംഗങ്ങളുടെ ശബ്ദവും. പലപ്പോഴും താൽക്കാലികമായി ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവരുടെ ശബ്ദത്തിൽ അസഭ്യം വിളിച്ചു പറയുന്നതും അലറി വിളിക്കുന്നതും കേൾക്കാമായിരുന്നു. ഇനിയും ഇതിങ്ങനെ വെറുതെ വിടുന്നതിൽ കാര്യമില്ല എന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ നഷ്ടമാകാതിരിക്കുന്നത് എന്നും ജാക്കിനും ജനറ്റിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പള്ളിയിലേക്ക് ചെന്ന് വൈദികനോട് കാര്യം പറഞ്ഞു. അയാളുടെ ദിവസം വീട്ടിലേക്ക് വരികയും പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ സംശയാസ്പദമായി യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ദിവസത്തിന് ശേഷമുള്ള രാത്രികൾ അവർക്ക് ഉറക്കമില്ലാത്തതായിരുന്നു. ഒരു ദിവസം ഭക്ഷണം കഴിക്കാനിരിക്കെ കുട്ടികളുടെ ഇടയിലേക്ക് ഒരു കൂറ്റൻ തൂക്കുവിളക്ക് വീണു. തലനാരിഴയ്ക്കാണ് മരണം നഷ്ടമായത്. രാത്രികളിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ കട്ടിലിനടിയിൽ നഖം കൊണ്ട് ആരോ മാന്തുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. പുതപ്പ് മാറ്റി കട്ടിലിനടിയിലേക്ക് നോക്കിയാൽ ആരുമുണ്ടാവില്ല. ഒരിക്കൽ ജാക്കിൻ്റെ മകൾ ഹെതർ നിങ്ങളോട് അങ്ങനെ ഒരു അനുഭവം പറഞ്ഞിരുന്നു. ഒരു രാത്രി മുറിയിലാകെ എന്തോ ദുർഗന്ധം പരന്നതുപോലെ തോന്നിയിട്ടാണ് ഹെതർ മെല്ലെ കണ്ണു തുറക്കുന്നത്. അവൾ മെല്ലെ എഴുന്നേറ്റ് പുതപ്പ് മാറ്റി. ആ അരണ്ട വെളിച്ചത്തിൽ അവൾ കണ്ടു അവളുടെ തൊട്ടടുത്ത് ചുക്കിച്ചുളഞ്ഞ 2 കാലുകൾ. അവൾ മെല്ലെ നോക്കിയപ്പോൾ കണ്ടത് അവളുടെ തൊട്ടടുത്തൊരു പട്ടുകിഴവി അവളെ നോക്കി കിടക്കുന്നതാണ്. അവരുടെ ശരീരത്തിൽ നിന്നായിരുന്നത്രേ ആ ചീഞ്ഞളിഞ്ഞ ഗന്ധം വന്നിരുന്നത്. അന്നേ ദിവസം തൻ്റെ മുറിയിലേക്കും ആരോ വന്നതായും തന്നെ എടുത്തു പൊക്കിയതായും ഇളയ മകളും പറയുന്നു. 1986 സംഭവിച്ച ഈ വിഷയങ്ങൾക്കൊരു ശാശ്വത പരിഹാരമെന്ന വണ്ണമാണ് ജാക്ക് എഡ ആൻഡ് ലോറൈൻ വാറൻ ദമ്പതികളുമായി ബന്ധപ്പെടുന്നത്. തുടക്കത്തിൽ ഇതൊരു സാധാരണ അനുഭവമായിരുന്നുവെങ്കിലും ആ വീട്ടിലേക്ക് കടന്ന പാട് ആ വീട്ടിലുള്ള എന്തോ ഒന്ന് എൻ്റെ മരണത്തിന് തന്നെ കാരണമായേക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. സ്മിൾ ഫാമിലിയുടെ വീട്ടിലേക്ക് കടന്ന പാട് ലോറൈൻ വാറൻ്റെ മനസ്സിൽ തോന്നിയ വിഷയമായിരുന്നു ഇത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനൊരു വരി ആ അനുഭവ കഥയിൽ എഴുതി ചേർത്തത്?
ആ വീട്ടിൽ സ്മേൾ ഫാമിലിയെ കൂടാതെ 4 പേരുണ്ടായിരുന്നത്രേ. ആ 4 പേരിൽ 3 പേരാണ് അവിടെ സംഭവിച്ച എല്ലാത്തിനും പിന്നിൽ. എന്നാൽ ആ 3 പേർ അപകടകാരികളല്ല. അവരെ കൂടാതെയുള്ള 4ാമത് എൻറ്റിറ്റി, അതിൻ്റെ നിർബന്ധപ്രകാരം പ്രവർത്തിച്ച ആ 3 പേരെ കൂടാതെയുള്ള ആ 4ാമത്തെ എൻറ്റിറ്റി, അതിനെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കില്ലായിരുന്നത്രേ. ആ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ഒരു വൃദ്ധയും ഒരു മധ്യവയസ്കനും ഒരു പെൺകുട്ടിയുമായിരുന്നു ആ 3 പേർ. അവരെ കൂടാതെയുള്ള 4ാമത് എൻറ്റിറ്റി, അതൊരാത്മാവാകാം, ഒരു പിശാചാകാം. അത് പൈശാചികമായ ഒരു ശക്തിയായിരുന്നു എന്ന് ലോറൈൻ വാറൻ പറയുന്നു. ആ 3 പേരും മരണപ്പെടുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആ വീട്ടിലുണ്ടായിരുന്നതായിരിക്കാം ആ പൈശാചികമായ ശക്തിയെന്നും ലോറൈൻ വാറൻ പറയുന്നു. 6 മാസത്തിൽ കൂടുതൽ അവരാ വീട്ടിൽ താമസിച്ചിരുന്നു. പക്ഷേ അവർക്ക് ആ ശക്തിയെ ഒന്ന് നിയന്ത്രിക്കാനോ വരുതിയിലാക്കാനോ സാധിച്ചില്ല. ലോറൈൻ ദമ്പതികളുടെ വരവോടുകൂടി കുഞ്ഞുങ്ങൾക്ക് അകാരണമായ പല അസുഖങ്ങളും വന്നു തുടങ്ങി. ജാനറ്റിനും ജാക്കിൻ്റെ അമ്മയ്ക്കും ശരീരത്തിൽ പലയിടങ്ങളിലും ആരോ കടിച്ചതുപോലെയും മാന്തിയതുപോലെയുമുള്ള കറുത്ത പാടുകൾ വന്നു തുടങ്ങി. അയൽവാസികളും നാട്ടുകാരും ആ വീട്ടിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. അവരുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറി ആ വീട്. ആ വീട്ടിൽ നിന്നും ആർക്കും ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെയായി. 1987 ലോറൈൻ ദമ്പതികളുടെ അഭിപ്രായമനുസരിച്ച് ആ വീട്ടിൽ നിന്നും സ്മേൾ ഫാമിലി താമസം മാറുകയായിരുന്നു. അത്രയും കാലം താനുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ആ വീട്ടിൽ ചെലവഴിച്ചതുകൊണ്ടും പോകാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ടുമായിരുന്നു ജാക്കും ജാനറ്റും അത്രയും കഷ്ടപ്പെട്ട് ആ വീട്ടിൽ പിടിച്ചു നിന്നത്. പക്ഷേ ഇനിയുള്ള ദിവസം കൂടി ആ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അത് തൻ്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന ഭയമായിരിക്കാം അവിടെ നിന്നും രക്ഷപ്പെടാൻ അവരെ പ്രേരിപ്പിച്ചത്. ലോറൈൻ വാറൻ നിങ്ങളുടെ അനുഭവക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്, സ്മേൾ ഫാമിലിയുടെ അനുഭവം എന്നത് ഇന്നും ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് എന്ന്. അവരുടെ ജീവന് ഭീഷണിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് അവരെ ആ വീട്ടിൽ നിന്നും പോകാൻ പ്രേരിപ്പിച്ചത് എന്നും. എന്നാൽ അതിന് പിന്നിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ചില വിഷയങ്ങളുണ്ട്. പ്രൊഫസർ പോൾ കാട്സ്, അങ്ങനൊരു പേര് കേൾക്കാൻ സാധ്യതയില്ല. ഫാദർ ഓഫ് സെക്യുലർ ഹ്യൂമനിസം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്മേൾ ഫാമിലിയുടെ ഭയപ്പെടുത്തുന്ന അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം ചിലത് പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജാക്ക് സ്മേൾ ആ വീട് പുനർനിർമ്മിക്കാനായി ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൻ്റെ 15 ഇരട്ടിയിൽ കൂടുതലാണ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ വീട് വിൽക്കുമ്പോൾ ആ വീടിനുണ്ടായിരുന്ന വില. സാധാരണഗതിയിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു വിലക്കയറ്റമായിരുന്നു അവിടെ സംഭവിച്ചത്. അതിന് കാരണം ആ പ്രോപ്പർട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള ചില പാരാനോർമൽ കഥകളും. അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടായിരിക്കില്ലേ? 1989 ശേഷം ആ വീട്ടിൽ താമസിച്ച 6 കുടുംബങ്ങൾക്കും അവിടെ നിന്നും യാതൊരുവിധ പാരാനോർമൽ അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതേക്കുറിച്ചൊരു ചാനൽ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുമുണ്ട്. അതായത് ഒന്നുകിൽ അവിടെ സംഭവിച്ചത് ഒരു പ്രേതാനുഭവം, അതല്ലെങ്കിൽ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു റിയൽ എസ്റ്റേറ്റ് സ്ട്രാറ്റജി. എന്തായാലും ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമായിരുന്നു ദ ഹോണ്ടഡ് എന്ന റോബർട്ട് കറൻ്റെ പുസ്തകം. സ്മേൾ ഫാമിലിയുടെ ഭയപ്പെടുത്തുന്ന അനുഭവവും ലോറൈൻ വാറൻ്റെ അഭിമുഖവും ചേർന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന കോൺജറിങ് 5 എന്ന സിനിമ നിങ്ങളെയും ഭയപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ